അഭിവന്യ കുര്യാക്കോസ് മാർ ക്ലീമിയസ് തിരുമേനി, അഭിവന്യ ഗീവർഗീസ് മാർ കൂറിലോസ് തിരുമേനി, ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച അഭിവന്യ മാത്യൂസ് മാർ തീമോത്തിയോസ് തിരുമേനി, ചെങ്ങന്നൂർ ഭദ്രാസന സെക്രട്ടറി പ്രിയപ്പെട്ട പി കെ കോശിയച്ചൻ, ഈ ഇടവകയുടെ വികാരി ഫാദർ ബിനു ജോയ്, അച്ഛൻ്റെ ജീവിതരേഖ അവതരിപ്പിക്കുകയും കുടുംബാംഗമായിരിക്കുകയും ചെയ്യുന്ന ഫാദർ ജിബു ഫിലിപ്പ്, ഇവിടെ ആശംസാ പ്രസംഗങ്ങൾ നടത്തുന്ന ശ്രീമതി ഷീജ ടോജി, ശ്രീ പി എം ജേക്കബ്, വന്യ റംബാച്ചൻ, വന്യ കോറപ്പിസ്കോപ്പമാരെ, വന്യ വൈദികരെ, കർത്താവിൽ വാത്സല്യമുള്ളവരെ, ബഹുമാനപ്പെട്ട ടി സി ജോണച്ചനെ 1980 മുതൽ എനിക്ക് ഒരുമാതിരി പരിചയമുണ്ട്. ഞാൻ വൈദിക സെമിനാരി വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്തും അത് കഴിഞ്ഞ് 81 സെമിനാരി വിദ്യാഭ്യാസം പൂർത്തിയാക്കി അഭിവന്യ ദാനിയൽ മാർ പിലക്സിനോസ് തിരുമേനിയോടും അഭിവന്യ ക്ലിമിയസ് തിരുമേനിയോടും ഒരുമിച്ച് പത്തനംതിട്ട ബേസിൽ ദേറായിൽ താമസിക്കുന്ന അവസരത്തിൽ ടി സി ജോണച്ചൻ അവിടെ വന്ന് കണ്ടിട്ടുണ്ട്. തുമ്പവൺ ഭദ്രാസനത്തിലെ ഇടവുകളിൽ അദ്ദേഹം സേവനമനുഷ്ഠിക്കുന്നതിനെക്കുറിച്ച് അഭിവന്യ ദാനിയൽ മാർ പിലക്സിനോസ് തിരുമേനി പറഞ്ഞെനിക്കറിയാം. അതുപോലെ തന്നെ നമ്മുടെ തെയോഫോറസ് റംബാച്ചൻ, കെ സി ഉമ്മനച്ചനും തെക്കേമുത്തേരിലച്ഛനെക്കുറിച്ച് സംസാരിക്കുമായിരുന്നു. അവരിൽ നിന്നൊക്കെ കേട്ട അച്ഛനെക്കുറിച്ച് അങ്ങനെ മുതലേ പരിചയമുണ്ട്. അത് കഴിഞ്ഞിട്ട് വൈദിക സെമിനാരി വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞാലും വൈദികനൊക്കെയായി മലങ്കര സഭാദീപമൊക്കെ നടത്തുന്നുണ്ടേ. അതിൽ പ്രിയപ്പെട്ട അച്ഛൻ അനേക ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് സംബന്ധിച്ച് എവിടെ വെച്ച് കണ്ടാലും അദ്ദേഹം അതിനെക്കുറിച്ച് പറയും. അത് എന്താണെന്നുള്ളതിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ദർശനങ്ങളെക്കുറിച്ചും ഒക്കെ അദ്ദേഹം പറയാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ സൗദി അറേബ്യയിൽ ഒരവസരത്തിൽ നിന്നുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ജോൺ സാറുമായിട്ട്, അച്ഛൻ്റെ മകനുമായിട്ട് ബന്ധപ്പെടുന്നതും അതുപോലെ തന്നെ പിന്നെ ചെറിയാൻ സാറുമായിട്ട് ഇവരെല്ലാവരുമായിട്ടും ഒക്കെയുള്ളൊരു ബന്ധം ആ കുടുംബത്തിലേക്ക് വരുന്നതും. അത് കഴിഞ്ഞ് ജിബു അച്ഛൻ വൈദിക സെമിനാറിൽ എൻ്റെ വിദ്യാർത്ഥിയാണ്. ആ രീതിയിൽ ആ കുടുംബത്തോടും കുടുംബാംഗങ്ങളോടും ബഹുമാനപ്പെട്ട അച്ഛനോടും ഉള്ളതായ ഊഷ്മളമായ ബന്ധത്തെ ഈ അവസരത്തിൽ ഞാൻ അനുസ്മരിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛൻ മലങ്കര സഭയുടെ ഒരു സമാധാനത്തിൻ്റെ പുത്രനാണ് എന്ന് ഞാൻ പറയും. 1900 അഭിവന്യ തിരുമേനിമാർ ഇവിടെ പ്രസംഗിക്കുന്ന അവസരത്തിൽ ഈ അച്ഛൻ വഹിച്ചിരുന്ന സ്ഥാനങ്ങളെക്കുറിച്ചും അച്ഛൻ പുരോഹിതനായ സന്ദർഭത്തെക്കുറിച്ചും ഒക്കെ പറയുകയുണ്ടായി. അതിനുശേഷമുണ്ടായതും 1958 ശേഷം ഉണ്ടായതായ സ്ഥിതിവിശേഷത്തെക്കുറിച്ചുമൊക്കെ സംസാരിക്കുകയുണ്ടായി. 1958 ഡിസംബർ മാസം 16 മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായ ഒരു ദിനമായിരുന്നു. അന്നാണ് സഭയിൽ സമാധാനമുണ്ടാകുന്നത്. ആ സമാധാനത്തിൻ്റെ പുത്രനാണ് ബഹുമാനപ്പെട്ട തെക്കേമുത്തേരിൽ ജോണച്ചൻ, അദ്ദേഹത്തിൻ്റെ പിതാവ്. അവരൊക്കെ നേരത്തെ നിലനിന്നിരുന്നതായ, വെച്ചു പുലർത്തിയിരുന്നതായ ചില അടിസ്ഥാനമായ തത്വങ്ങളുണ്ടായിരുന്നു. അതെല്ലാം കൂടെ ഒന്നിച്ചു ചേർന്നിട്ട് 1958 ഡിസംബറിൽ സഭയിൽ സമാധാനമുണ്ടാകുന്നു. ആ സമാധാനം സംബന്ധിച്ച് 1958 ഡിസംബർ മാസം 16 അർദ്ധരാത്രിക്ക് രാത്രി 11 മണി കഴിഞ്ഞപ്പോൾ പഴയ സെമിനാരിയിൽ സഭയുടെ പിതാക്കന്മാർ, പരിശുദ്ധ കാതോലിക്ക ബാവ ഉൾപ്പെടെയുള്ള ഗീവർഗീസ് ദിദിയൻ ബാവ തിരുമേനി ഉൾപ്പെടെയുള്ള പിതാക്കന്മാർ സന്നിഹിതരായി പഴയ സെമിനാരിയുടെ മധുബഹായിൽ വെച്ച് സമാധാന കൽപ്പന, പരിശുദ്ധ പാത്രീർക്കീസ് ബാവായുടെ കൽപ്പനയും അതോടൊപ്പം തന്നെ പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയുടെ കൽപ്പനയും പരസ്പരം കൈമാറുന്നു. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയുടെ കൽപ്പന, പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ പൗരസ്ത്യ സിംഹാസനത്തിന്മേൽ ആരൂഢനായിരിക്കുന്ന ബലഹീനനായ രണ്ടാമത്തെ ഗീവർഗീസ് എന്ന അഭിധാനമുള്ള ബസേലിയോസ് കാതോലിക്ക, ദീർഘകാലമായി നമ്മുടെ സഭയിൽ നിലനിന്നു വന്ന അസമാധാനവും കലഹങ്ങളും അവസാനിപ്പിക്കുന്നതിന് കാലം ചെയ്ത മാർ ഗീവർഗീസ് ദിവന്നാസ്യസ് മെത്രാപ്പൊലീത്തായും, അതായത് വട്ടശ്ശേരി തിരുമേനി, നാമും പല ശ്രമങ്ങളും നടത്തിയതിൽ സമാധാനം കൈവരുത്തുന്നതിന് സാധിക്കാതെ വന്നതിൽ നാം എപ്പോഴും ദുഃഖത്തിലിരിക്കുന്നു. എന്നാൽ അസമാധാനം തീർത്ത്
ഒന്നായിത്തീരുന്നതിനുള്ള സന്നദ്ധത കാണിച്ച് നാം ഒന്നായി ചേർന്നിരിക്കുന്നതിനാൽ നാം അത്യധികം സന്തോഷിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. സഭയിലെ സമാധാനത്തിനു വേണ്ടി മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ പാസാക്കി നടപ്പിലിരിക്കുന്ന ഭരണഘടനയ്ക്ക് വിധേയമായി മോറോന്മാർ ഇഗ്നാത്യോസ് യാക്കോബ് തൃതീയനെ അന്ത്യോക്യ പാത്രിയർക്കീസായി സ്വീകരിക്കുന്നതിന് നാം പ്രസാദിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കീഴിൽ മലങ്കരയുള്ള മേൽപ്പട്ടക്കാരും മേൽപ്പടി ഭരണഘടനയിലെ വ്യവസ്ഥകൾക്കനുസരണമായി സ്വീകരിക്കുന്നതിന് നമുക്ക് സന്തോഷമുണ്ട്. 1958 ഡിസംബർ മാസം 16-ാം തീയതി കോട്ടയം കാതോലിക്കേറ്റ് അരമനയിൽ നിന്ന് അന്ന് ഈ കൽപ്പന ഇവിടെ ഉണ്ടായിരുന്ന യൂലിയോസ് ബാവായ്ക്ക് കൈമാറുന്ന അവസരത്തിൽ പരിശുദ്ധ പാത്രിയർക്കീസ് ബാവായുടെ കൽപ്പന യൂലിയോസ് ബാവ തിരുമനസ്സുകൊണ്ട് പരിശുദ്ധ ഗീവർഗീസ് തിതിയൻ ബാവായ്ക്ക് നൽകി. പാത്രിയർക്കീസ് ബാവായുടെ കൽപ്പനയുടെ പ്രസക്ത ഭാഗങ്ങളിൽ ഞാൻ വായിക്കാം. സർവശക്തനായ സാരാംശ സമ്പൂർണനായിരിക്കുന്ന നിത്യൻ്റെ തിരുനാമത്തിൽ അന്ത്യോക്യയുടെയും കിഴക്കൊക്കെയുടെയും ശ്ലൈഹിക സിംഹാസനത്തിൻ്റെ ബലഹീനനായ യാക്കോബ് തൃതീയൻ ഇഗ്നാത്യോസ് പാത്രിയർക്കീസ് ഏതാണ്ട് 50 സംവത്സരങ്ങൾക്ക് മുമ്പ് മലങ്കര സഭയിൽ ആവിർഭവിച്ചതായ തർക്കം നാനാപ്രാകേരണ സഭയെ ക്ഷയിപ്പിച്ചു എന്ന കാര്യം രഹസ്യമല്ല. പ്രാരംഭം മുതലേ സഭാസ്നേഹികളും ദൈവഭക്തരുമായ അനേകർ ഈ സഭയിൽ സമാധാനമുണ്ടാകണമെന്നും ഭിന്നതയ്ക്ക് അവസാനമുണ്ടാകണമെന്നും ആഗ്രഹിച്ചു. അതിൻ്റെ ഫലമായി മലങ്കര സഭയിൽ സമാധാനം സ്ഥാപിക്കുന്നതിലേക്കായി ഇതിനാൽ മാർ ബസേലിയോസ് ഗീവർഗീസിനെ കാതോലിക്കോസായി നാം സ്വീകരിച്ചിരിക്കുന്നു. ആകയാൽ നിങ്ങൾ ആനന്ദഭരിതരായി ഭവിക്കുന്ന സമാധാനത്തിൻ്റെ ഈ മാസത്തിൽ ശാന്തിയുടെയും സ്വാഗതാർഹവും ഹൃദ്യവുമായ ഭാവുകങ്ങൾ നിങ്ങൾക്ക് ഇതോടൊപ്പം നാം ആശംസിക്കുന്നു. കർത്താവ് തൻ്റെ ഐശ്വര്യമേറിയ അനുഗ്രഹങ്ങളാൽ നിങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കൃപകളും വർഷിക്കുന്നതിനും നാം പ്രാർത്ഥിക്കുന്നു. അസൂയാർഹവും സകല സുഹൃതങ്ങളാലും സമലംകൃതവുമായ ജനമായി നിങ്ങൾ തീരുന്നതിനു വേണ്ടി തൻ്റെ ഉത്തമ തിരുനാമ മഹത്വത്തിന് പ്രീതികരമായ ദിവ്യ പരിപാലനം കൊണ്ടും ആരോഗ്യം കൊണ്ടും സുഭിക്ഷത കൊണ്ടും ദൈവം തമ്പുരാൻ നിങ്ങളെ ധന്യരാക്കി തീർക്കുമാറാകട്ടെ. 1958 ഡിസംബർ 9-ാം തീയതി സിറിയയിലെ ഹോംസിലെ നമ്മുടെ അരമനയിൽ നിന്നും ഈ കൽപ്പനകൾ വന്നപ്പോഴാണ് മലങ്കര സഭയിൽ സമാധാനമുണ്ടാകുന്നത്. 1958 ഈ സമാധാനമുണ്ടായി. ആ അവസരത്തിൽ അത് കഴിഞ്ഞിട്ട് പാത്രിയർക്കീസ് വിഭാഗത്തിലുണ്ടായിരുന്ന വയലിപ്പറമ്പിൽ ഗ്രിഗോറിയോസ് തിരുമേനി, അദ്ദേഹം അങ്കമാലി ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പൊലീത്തയായിരുന്നു. സെവേറിയോസ് തിരുമേനി, പൗലോസ്മാർ സെവേറിയോസ് തിരുമേനി, അദ്ദേഹം കൊച്ചി ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പൊലീത്തയായിരുന്നു. പൗലോസ്മാർ പീലക്സീനോസ് മെത്രാപ്പൊലീത്ത, അദ്ദേഹം കണ്ടനാട് ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പൊലീത്തയായിരുന്നു. ഗ്രിഗോറിയോസ് തിരുമേനിയും സെവേറിയോസ് തിരുമേനിയും എല്ലാ പള്ളികൾക്കും കൽപ്പനകൾ എഴുതി ഭരണഘടനയുടെ ഒരു കോപ്പിയും അതോടൊപ്പം വെച്ച് എല്ലാ പള്ളികൾക്കും അയച്ചു കൊടുത്തു. അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ശാലേം പള്ളി ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ഭരണത്തിന് കീഴിൽ ഉണ്ടായിരുന്ന ഇടവകയായിരുന്നു. ഇവിടേക്കും അദ്ദേഹം ആ കൽപ്പന അയച്ചു, ഭരണഘടനയുടെ കോപ്പി അയച്ചു കൊടുത്തു. ഇടവക യോഗം കൂടി അതെല്ലാം പാസ്സാക്കണമെന്നും അംഗീകരിക്കണമെന്നും ഒക്കെ ഗ്രിഗോറിയോസ് തിരുമേനി ആവശ്യപ്പെട്ടു. പരിശുദ്ധ സഭയിൽ സമാധാനമുണ്ടായി. ആ സമാധാനത്തിൻ്റെ പുത്രനായിട്ടാണ് TC ജോണച്ചനെ ഞാൻ കാണുന്നത്. സഭയിൽ സമാധാനമുണ്ടായപ്പോൾ ആ സമാധാനത്തിന് വേണ്ടി പിന്നെ അദ്ദേഹം നിലകൊണ്ടു. അതിൽ നിന്ന് അല്പം പോലും വ്യതിചലിക്കുവാൻ അദ്ദേഹം തയ്യാറായില്ല. മലങ്കര സഭയുടെ ദേശീയതയെക്കുറിച്ചും മലങ്കര സഭയുടെ മാർത്തോമൻ പൈതൃകത്തെക്കുറിച്ചും ഉത്തമ ബോധ്യമുണ്ടായിരുന്ന ഒരു പുരോഹിതനായിരുന്നു ബഹുമാനപ്പെട്ട അച്ഛൻ. അത് അദ്ദേഹം പ്രാപിച്ചത് അദ്ദേഹത്തിൻ്റെ 2 ശ്രേഷ്ഠ ഗുരുക്കന്മാരിൽ നിന്നാണ്. അദ്ദേഹം നമുക്കറിയാവുന്നതുപോലെ 1943 കശിശായിരുന്ന ആ കാലങ്ങളിലൊക്കെ അദ്ദേഹം പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നു. മഞ്ഞിനിക്കര സെമിനാരിയിലാണ് അദ്ദേഹം വൈദിക വിദ്യാഭ്യാസം നടത്തുന്നത്. അന്ന് ബഹുമാനപ്പെട്ട ഡോക്ടർ VC സാമുവേൽ അച്ഛൻ അവിടെ അധ്യാപകനായിട്ടുണ്ട്, സുറിയാനി അധ്യാപകനായിട്ട്. അദ്ദേഹത്തോടൊപ്പം തന്നെ 1933 മുതൽ 1946 വരെ പരിശുദ്ധ ഇഗ്നാത്യോസ് യാക്കോബ് തൃതീയൻ പാത്രിയർക്കീസ് ബാവ
അന്ന് അദ്ദേഹം റംബാനായിരുന്നു, അബ്ദുൾ ആഹാദ് റംബാൻ. അദ്ദേഹം മഞ്ഞിനിക്കര ദേറായിലുണ്ടായിരുന്നു. വി സി സാമുവലച്ചനും അബ്ദുൾ ആഹാദ് റംബാനും യൂലിയോസ് മെത്രാപ്പൊലീത്തായും ഇവർ 3 പേരും മഞ്ഞിനിക്കര ദേറായിലുണ്ടായിരുന്നു. അവരോടൊപ്പം ചേർന്ന് അവരുടെ ശിഷ്യനായിട്ടാണ് ജോണച്ചൻ പഠിക്കുന്നത്. വി സി സാമുവലച്ചന് മലങ്കര സഭയുടെ ദേശീയതയെക്കുറിച്ചും മലങ്കര സഭയുടെ പൈതൃകത്തെക്കുറിച്ചും പൂർണ്ണ ബോധ്യമുണ്ടായിരുന്ന ഒരു വൈദിക ശ്രേഷ്ഠനായിരുന്നു. അദ്ദേഹം സുറിയാനി ഭാഷ ഭംഗിയായിട്ട് അറിയായിരുന്നു. പാത്രിയർക്കീസ് ബാവായ്ക്ക് അബ്ദുൾ ആഹാദ് റംബാച്ചന് അറബി ഭാഷ ഭംഗിയായിട്ട് അറിയാം, അതേപോലെ തന്നെ സുറിയാനി ഭാഷ ഭംഗിയായിട്ട് അറിയാം. ഇംഗ്ലീഷും എല്ലാം ഭംഗിയായിട്ടൊന്നും പിടിയൊന്നും ഇല്ലെങ്കിലും ഇംഗ്ലീഷും കുറച്ചൊക്കെ അറിയാം. വി സി സാമുവലച്ചൻ ഇതിനിടയ്ക്ക് നിൽക്കുന്ന ഒരാളായിട്ട്, അവരെ നിയന്ത്രിക്കുന്ന ഒരാളായിട്ട്, നയിക്കുന്നയാളായിട്ട്, പഠിപ്പിക്കുന്നയാളായിട്ട് വി സി സാമുവലച്ചനും അവിടെ ഉണ്ടായിരുന്നു. അവരിൽ നിന്നാണ് ബഹുമാനപ്പെട്ട അച്ഛൻ പഠിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഈ അബ്ദുൾ ആഹാദ് റംബാൻ, അന്ന് അദ്ദേഹം സുറിയാനി ഭാഷ അറിയാവുന്ന സുറിയാനി സഭയുടെ പിതാവാണ്. 1946 അദ്ദേഹം തിരിച്ച് ശീമയിലേക്ക് പോകുന്നതും പാത്രിയർക്കീസായിട്ട് വാഴിക്കപ്പെടുന്നു. 47 അദ്ദേഹം അന്ത്യോക്യയുടെ പരിശുദ്ധ ഇഗ്നാത്തിയോസ് യാക്കോബ് തൃതീയൻ പാത്രിയർക്കീസ് ബാവായി. അദ്ദേഹം അവിടെ നിന്ന് പാത്രിയർക്കീസ് ബാവായിട്ട് അദ്ദേഹം ഉണ്ട്. അതേ സമയത്ത് തന്നെ അബ്ദുൾ ആഹാദ് റംബാനായിട്ട് അദ്ദേഹം മലങ്കരയിൽ താമസിക്കുമ്പോൾ അദ്ദേഹം സഭാ ചരിത്രം എഴുതി. അറബി ഭാഷയിൽ അദ്ദേഹം ഒരു പുസ്തകം എഴുതി. ആ അറബി ഭാഷയിലുള്ളത് പിന്നെ സുറിയാനിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. കാരണം അറബി ഭാഷ ഇച്ചിരൂടെ ഫ്ലുവൻ്റ് ആയിട്ട് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ആ പുസ്തകത്തിൽ അദ്ദേഹം പരിശുദ്ധ ശ്ലീഹന്മാരെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. സുറിയാനി സഭയുടെ ചരിത്രം, ഇന്ത്യയിലെ സുറിയാനി സഭാ ചരിത്രം എന്നുള്ള പേരിലൊക്കെ ആ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് അറബിയിൽ എഴുതി, സുറിയാനിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു, പിന്നെ അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു, പിന്നെ അത് മലയാളത്തിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്തു. നമുക്ക് അവൈലബിൾ ആ പുസ്തകം വായിക്കാനായിട്ട്. ആ പുസ്തകത്തിൻ്റെ 164-ാമത്തെ പേജിൽ പരിശുദ്ധ സ്ലീഹന്മാരെ കുറിച്ചൊക്കെ പരാമർശിക്കുന്ന അവസരത്തിൽ മാർത്തോമാ സ്ലീഹായെക്കുറിച്ച് അബ്ദുൾ ആഹാദ് റംബാൻ പരിശുദ്ധ ഇഗ്നാത്തിയോസ് യാക്കോബ് തൃതീയൻ പാത്രിയർക്കീസ് ബാവ പരാമർശിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത് AD 22 വസന്തകാലത്ത്, ക്രിസ്തുവർഷം 28 വസന്തകാലത്ത് മാർത്തോമായും തോമായും മറ്റു സ്ലീഹന്മാരോടൊപ്പം സ്ലീഹാസ്ഥാനത്തേക്ക് വിളിക്കപ്പെട്ടു. അദ്ദേഹത്തെ തോമാസ് സ്ലീഹായെ കുറിച്ച് പറയുന്ന അദ്ദേഹം എഴുതിയിരിക്കുന്നത് AD 28 വസന്തകാലത്ത് മറ്റ് ശിഷ്യന്മാരോടുകൂടെ തോമാസ് സ്ലീഹാസ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടു. മലങ്കര സഭയെ പിന്നെ അദ്ദേഹം തുടർന്ന് മലങ്കരയിലുള്ള ചരിത്രവും മാർത്തോമാ സ്ലീഹയുടെ ചരിത്രവും ഒക്കെ എഴുതുന്നുണ്ട്. അദ്ദേഹം തുടർന്ന് എഴുതുകയാണ്, തോമാസ് സ്ലീഹാസ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടു. കർത്താവിൻ്റെ ക്രൂശാരോഹണത്തിനും സ്വർഗാരോഹണത്തിനും ഒക്കെ ശേഷം പാർഥ്യയിലേക്കും പേർഷ്യയിലേക്കും സുവിശേഷം അറിയിക്കാനായിട്ട് തോമാ പുറപ്പെട്ടു പോകുന്നു. അത് കഴിഞ്ഞ് സ്ലീഹ ഇന്ത്യയിലേക്ക് വന്നു. ഇവിടെ വന്ന് അദ്ദേഹം സുവിശേഷം അറിയിച്ച് പള്ളികളുടെയൊക്കെ പേര് ഭംഗിയായിട്ട് പാത്രിയർക്കീസ് ബാവ കൊടുക്കുന്നുണ്ട്. കൊടുങ്ങല്ലൂര്, പാലിയൂര്, പറവൂര്, നിലയ്ക്കൽ, നിരണം, കൊല്ലം, അത് കഴിഞ്ഞ് തിരുവിതാംകൂറുള്ള അരപ്പള്ളി, ഇതെല്ലാം അദ്ദേഹം സ്ഥാപിച്ച പള്ളികളാണ്. അദ്ദേഹം 46 ബ്രാഹ്മണ കുടുംബങ്ങളിൽ മാമോദീസ മുഖ്യ എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 4 ബ്രാഹ്മണ കുടുംബങ്ങളിൽ നിന്ന് പുരോഹിതന്മാരെ ആക്കി എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് ഗോണ്ടഫോറസിന്റെ ചരിത്രം പറയുന്ന ഉടനെ പാത്രിയർക്കീസ് ബാവ എഴുതുന്നത് ഗോണ്ടഫോറസ് രാജാവിൻ്റെ കൊട്ടാരം പണിയാനായിട്ട് മാർത്തോമാ സ്ലീഹ ഇവിടെ വന്നു. അദ്ദേഹം കൊട്ടാരം പണിതില്ല, അതിനു പകരം കൊട്ടാരം സ്വർഗത്തിലുണ്ടെന്നൊക്കെ പറഞ്ഞു. ആ കഥകളൊക്കെ പറയുന്നു. അത് കഴിഞ്ഞിട്ട് പറയുക, അവിടെ ഒരു ശിഷ്യനെ, അദ്ദേഹത്തിൻ്റെ ഒരു പിൻഗാമിയെ തോമ എന്ന പേരിൽ തന്നെ മെത്രാപ്പൊലീത്തയായിട്ട് അദ്ദേഹം വാഴിച്ചു. ആരാ പറഞ്ഞിരിക്കുന്നത്? യാക്കോബ് തൃതീയൻ പാത്രിയർക്കീസ് ബാവ പറഞ്ഞു, ഞാനല്ല. തോമ എന്നുള്ള പേരിൽ ഒരു മെത്രാനെയും വാഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ചരിത്രം ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട്. ഇതാണ് അദ്ദേഹം സെമിനാരിയിൽ പഠിപ്പിച്ചത്. ഇതാണ് അദ്ദേഹം TC ജോണച്ചനെ പഠിപ്പിച്ചത്. ഇതാണ് VC സാമുവലച്ചനെ ചേർന്ന് പഠിപ്പിച്ചത്. ആ മാർത്തോമൻ പൈതൃകം അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചേർന്നതാണ്. യുവാവായിരിക്കുന്ന കാലത്ത്, ഷമ്മാശനായിരിക്കുന്ന കാലത്ത്, വൈദിക വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് ആ പൈതൃകം അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഇഴുകിച്ചേർന്നതാണ്. അത് പഠിപ്പിച്ചത് പരിശുദ്ധ പാത്രിയർക്കീസ് ബാവായും അദ്ദേഹത്തിൻ്റെ തന്നെ അങ്കിളായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വലിയ അമ്മാച്ചനാണ് നമ്മുടെ VC സാമുവലച്ചൻ. അവർ ചേർന്ന് പഠിപ്പിച്ചതാണ്. ആ പൈതൃകത്തിലാണ് വളർന്നു വന്നത്. ആ
ആ പൈതൃകത്തോടുള്ള സ്നേഹം അദ്ദേഹത്തിൻ്റെ ജീവിത അവസാനം വരെ അദ്ദേഹം കാത്തു സൂക്ഷിച്ചു. ബഹുമാനപ്പെട്ട ജോബച്ചൻ പറഞ്ഞതുപോലെ മലങ്കര സഭാദീപത്തിൽ കുറേയധികം ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ ലേഖനങ്ങളൊക്കെ എഴുതുന്ന അവസരത്തിൽ ആ ലേഖനങ്ങളിലൊക്കെ ഇങ്ങനെ ഈ മാർത്തോമൻ പൈതൃകത്തെക്കുറിച്ചും മലങ്കര സഭയുടെ ദേശീയതയെക്കുറിച്ചും മലങ്കര സഭയുടെ സ്വതന്ത്രമായ അവസ്ഥയെക്കുറിച്ചും ഒക്കെ ഭംഗിയായിട്ട് അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. അത് പിൻതലമുറയ്ക്ക് വായിക്കുവാൻ തക്കവണ്ണം ഏറ്റവും അവസാനം അദ്ദേഹം 1999 അദ്ദേഹം ഒരു ലേഖനം എഴുതി. അത് തിരുവിതാംകൂട് പള്ളിയെക്കുറിച്ചായിരുന്നു, അരപ്പള്ളിയെക്കുറിച്ചാണ്. ആ പള്ളിയിൽ എല്ലാവരും പോകണം, അത് കാണണം, മാർത്തോമാ ശ്ലീഹായുടെ പൈതൃകമായിട്ട് നമുക്കിവിടെ അവശേഷിക്കുന്ന ആ പള്ളിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ആളുകളെ അതിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ജോണച്ചൻ അതിനെക്കുറിച്ച് എഴുതി അറിയിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു മാർത്തോമൻ പൈതൃകത്തിൽ നിലനിൽക്കുന്നതായ സഭയെ അദ്ദേഹം വിഭാവനം ചെയ്യുകയും ആ സഭയ്ക്ക് വേണ്ടി നിലനിൽക്കുവാൻ അദ്ദേഹം ജീവിതാവസാനം വരെയും ശ്രമിക്കുകയും ചെയ്തു. 1958 സമാധാനമുണ്ടായി. സഭയിൽ സമാധാനമുണ്ടായതിനു ശേഷം പിന്നെ മറിച്ചൊരു ചിന്ത, ആ സമാധാനത്തിൽ തന്നെ നിലനിൽക്കുവാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. അത് 1970 ആയപ്പോഴും 1980 ആയപ്പോഴും ഒന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് ആ ചിന്ത മാറിപ്പോകുന്നില്ല. 1958 മലങ്കര സഭയിൽ സമാധാനം ഉണ്ടാകുന്നു. അന്നുണ്ടായിരുന്ന പ്രധാനപ്പെട്ട 58 സുപ്രീം കോടതി പരിഗണിച്ചത് 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, മലങ്കരയിലെ കാതോലിക്കാ സ്ഥാനം അത് വാലിഡ് ആണോ? കാതോലിക്കാ സ്ഥാനം നൽകിയ അബ്ദേദ് മിശിയ പാത്രിയർക്കീസ് ബാവായുടെ സ്ഥാനം വാലിഡ് ആണോ? മലങ്കര അസോസിയേഷൻ 1934 മലങ്കര അസോസിയേഷൻ കൂടിയത് യഥാർത്ഥത്തിലുള്ള വാലിഡായിട്ടുള്ള അസോസിയേഷൻ ആണോ? ആ അസോസിയേഷൻ പാസ്സാക്കിയ ഭരണഘടന വാലിഡ് ആണോ? ഈ 4 ചോദ്യങ്ങളാണ് അവിടെ ഉയർന്നത്. ഒന്ന്, കാതോലിക്കാ സ്ഥാനം വാലിഡ് ആണോ? 2, കാതോലിക്കാ സ്ഥാനം നൽകിയ അബ്ദേദ് മിശിയ പാത്രിയർക്കീസ് ബാവായ്ക്ക് അതിനുള്ള അധികാരമുണ്ടോ, അവകാശമുണ്ടോ, അദ്ദേഹം നൽകിയത് ശരിയാണോ? 3, 1934 ഭരണഘടന വാലിഡ് ആണോ? ആ ഭരണഘടന പാസ്സാക്കുവാൻ വിളിച്ചുകൂട്ടിയ അസോസിയേഷൻ വാലിഡ് ആണോ? ഇത് 4ഉം ശരിയാണെന്ന് സുപ്രീം കോടതി 1958 പ്രഖ്യാപിച്ചു. പിന്നെ അതിനെക്കുറിച്ച് തർക്കമുണ്ടാവേണ്ട കാര്യമില്ല. കാരണം സുപ്രീം കോടതി ഇത് അംഗീകരിച്ചു. ഇതായിരുന്നു ജോണച്ചൻ്റെയും അദ്ദേഹത്തോടൊപ്പം നിന്നിരുന്ന ആളുകളുടെയും നിലപാടെന്ന് പറയുന്നത്. വി.സി. സാമുവലച്ചൻ പല അവസരങ്ങളിലും പറയും. ഇപ്പോൾ ചില ആളുകളൊക്കെ പറയാറുണ്ടല്ലോ, ഈ ഭരണഘടന രജിസ്റ്റേർഡ് ആണോ, അതൊരു കൈപ്പുസ്തകം മാത്രമല്ലേ, എഴുത്തു പുസ്തകമല്ലേ, മറ്റല്ലേ, മറിച്ചല്ലേ എന്നൊക്കെ പറഞ്ഞ് അതിനെക്കുറിച്ചൊക്കെ പറയാറുണ്ട്. 50 വർഷം കേസ് പറഞ്ഞ അതിന് വേണ്ടിയാ ഈ ഭരണഘടന വാലിഡാണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് കേസ് പറഞ്ഞത്. 50 വർഷം കേസ് പറഞ്ഞത് അത് വിളിച്ചുകൂട്ടിയ അസോസിയേഷൻ വാലിഡാണോ എന്ന് ചോദിച്ചുകൊണ്ടാണ്. 50 വർഷം കേസ് പറഞ്ഞ് ഇക്കാര്യങ്ങളെല്ലാം വാദപ്രതിവാദങ്ങളെല്ലാം ഉയർത്തി അവസാനം സുപ്രീം കോടതി പ്രഖ്യാപിച്ചു ഇത് വാലിഡാണെന്ന്. അതുമാത്രമല്ല, വി.സി. സാമുവലച്ചന് ഊന്നി കൊടുത്തുകൊണ്ട് പറയുന്നൊരു കാര്യമുണ്ട്. ആ ഭരണഘടനയെ പരിശുദ്ധ ഇഗ്നാത്യോസ് യാക്കോബ് തൃതീയൻ പാത്രിയർക്കീസ് ബാവ അംഗീകരിച്ചു. ആ കാതോലിക്കാ സ്ഥാനത്തെ പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ അംഗീകരിച്ചു. അപ്പോൾ കോടതിയും അംഗീകരിച്ചു, പരിശുദ്ധ പാത്രിയർക്കീസ് ബാവയും അംഗീകരിച്ചു. പിന്നെ ആർക്കാ ഇതിനകത്ത് ചോദ്യമുള്ളത്? പിന്നെ മർത്തോമക്കാർ പറയണോ, അല്ലെങ്കിൽ വേറെ കത്തോലിക്കർ പറയണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സമുദായക്കാർ പറയണോ? ആരും പറയേണ്ട കാര്യമില്ല. ഇവിടെ അത് കോടതിയിലൂടെ വാദപ്രതിവാദങ്ങൾ നടത്തി അംഗീകരിച്ചു. അതോടൊപ്പം തന്നെ ഭരണഘടനയെയും കാതോലിക്കോസിനെയും ഈ യൂലിയോസ് ബാവയുടെ അടുത്ത് പണ്ട് അല്ലെ കാതോലിക്കാ ഞാൻ പറഞ്ഞില്ലേ 58 ഡിസംബർ 16 ഇത് കൊടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര സ്വീകരണം നടത്തിയെന്ന്. അപ്പോൾ പരിശുദ്ധ ബാവാ തിരുമേനിയുടെ കാതോലിക്ക ബാവാ തിരുമേനിയുടെ കൽപ്പന ആപ്പാടെ ഒരു പേജിൽ ഒരു പാരഗ്രാഫേ ഉള്ളൂ. ഞാൻ മുമ്പേ മുഴുവൻ അത് വായിച്ചു. അതേസമയത്ത് പാത്രിയർക്കീസ് ബാവയുടെ കൽപ്പന ഒരു 3 പേജുണ്ട്. അതിനകത്ത് ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് അദ്ദേഹം അതിനെക്കുറിച്ച് എഴുതുകയും അവലോകനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ യൂലിയോസ് ബാവ നമ്മുടെ കാതോലിക്ക ബാവയുടെ കയ്യിലോട്ടാണല്ലോ ഈ കൽപ്പന കൈമാറുന്നത്. അപ്പോൾ ഈ കൽപ്പന ബാവയുടെ കൽപ്പന കണ്ടപ്പോൾ അത് ചെറുതാ. യൂലിയോസ് ബാവ പറഞ്ഞു ഇത് വളരെ ചെറുതാണല്ലോ എന്ന് പറഞ്ഞപ്പം ബാവാ തിരുമേനി പറഞ്ഞു ഇത് കാന്താരിയാണെന്ന് പറഞ്ഞു. അദ്ദേഹം എഴുതിയിരിക്കുന്നത് ചെറുതാ, കാന്താരിയ, അത് മതി. അതിലാണ് ഉറച്ചു നിൽക്കുന്നത്, ആ സമാധാനത്തിലാണ്, ആ ഭരണഘടനയിലാണ്, ആ കൊടുത്ത കൽപ്പനയിലാണ്. ആ രീതിയിൽ അതിനെ അംഗീകരിക്കുവാൻ, അത് അംഗീകരിച്ചു കഴിഞ്ഞപ്പോൾ, ആ ഒരു നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ, ആ നിലപാടിൽ ഉറച്ചു നിൽക്കുവാനായിട്ട് തെക്കേമുത്തേരിലെ അച്ഛന് സാധിച്ചു. ആ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് അദ്ദേഹം മുമ്പോട്ട് പോകുന്നു. അദ്ദേഹം ഉറച്ചു നിൽക്കുക മാത്രമല്ല അതിനുവേണ്ടി പോരാടുകയും ചെയ്തു. താനെടുത്ത നിലപാട്
ശരിയായ നിലപാടാണ്, അടിസ്ഥാനമുള്ള നിലപാടാണ്. കോടതി അംഗീകരിച്ചതാണ്, പരിശുദ്ധ പാത്രീർക്കീസ് ബാവായും അംഗീകരിച്ചിട്ടുള്ളതാണ്. ആ നിലപാടിൽ തുടർന്നു പോകുവാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആരുമായിട്ട് വഴക്കുണ്ടാക്കാനായിട്ട് പോയില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ, ദാനിയേൽ മാർ പീലക്സിനോസ് തിരുമേനി പറയുന്നത്, വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പുരോഹിതൻ, ഡീസൻ്റ് അച്ചടക്കവുമായിട്ടുള്ള തിരുമേനി ഒരു ഇംഗ്ലീഷ് വാക്ക് ഇടയ്ക്കങ്ങ് ഉപയോഗിച്ചു, വളരെ ഡീസൻ്റായിട്ട് പെരുമാറുന്ന ഒരു വൈദികൻ. ആ ഒരു ഡീസൻസി, ആ ഒരു കുലീനത്വം, ആ ഒരു ആഠ്യത്വം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പുലർത്തുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിന് ആരോടും പരിഭവമില്ലായിരുന്നു, ആരോടും ഭയമില്ലായിരുന്നു. എല്ലാവരുമായിട്ട് സ്നേഹത്തിലും ബന്ധത്തിലും സൗഹൃദത്തിലും ഇടപെടുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. ഇന്ന് നമ്മുടെ ഇടയിൽ അങ്ങനെ അല്ല. നമ്മളുടെ കക്ഷികളാണെങ്കിലും പാത്രീകീസ് വിഭാഗമാണെങ്കിലും ഓർത്തഡോക്സ് വിഭാഗം അല്ലെങ്കിൽ യാക്കോബായ ഓർത്തഡോക്സ്, ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോഴത്തേക്കിന് എല്ലാവർക്കും ഭയങ്കര പ്രയാസം. ആർഗ്യൂ ചെയ്യുക, അവരവരുടെ സ്ഥാനങ്ങളെക്കുറിച്ച് പറയുക. അല്ലെങ്കിൽ വേറൊരു സമുദായമാണെങ്കിലും എന്തെങ്കിലും ഒരു സമാധാനത്തിൻ്റെ ഒരു ആത്മാവിൽ പലപ്പോഴും മറ്റുള്ളവരെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. ഈ തെക്കേമുത്തരിലച്ഛൻ്റെയൊക്കെ ആ സമയത്തിനൊക്കെ മുമ്പ് അദ്ദേഹം ചെമ്മാച്ചനായിരിക്കുന്ന അവസരത്തിൽ മഞ്ഞിനിക്കര ദേറായിൽ താമസിക്കുന്ന അവസരത്തിലോ അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിലോ ആണ് നമുക്ക് ഏലിയാസ് തൃതീയൻ പാത്രീകീസ് ബാവ ഇവിടെ വന്നത്. ഏലിയാസ് മൂന്നാമൻ പാത്രീകീസ് മഞ്ഞിനിക്കരയിൽ കബറടങ്ങിയിരിക്കുന്ന വലിയ ബാവ തിരുമേനി ഏലിയാസ് പാത്രീകീസ് ബാവ, അദ്ദേഹം കാലം ചെയ്യുന്ന അവസരത്തിൽ കക്ഷിവഴക്ക് വളരെ രൂക്ഷമായി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ ഒരു കാലത്ത് അദ്ദേഹം കാലം ചെയ്യുമ്പോൾ, പാത്രീകീസ് ബാവ കാലം ചെയ്തു, ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹം കാലം ചെയ്യുന്ന ഉടനെ അവിടെ ക്ലിമ്മീസ് തിരുമേനി അദ്ദേഹത്തോടൊപ്പമുണ്ട്, മറ്റു 3-4 റമ്പാച്ചന്മാർ ദേറായി താമസിക്കുന്നവരുണ്ട്. അവിടേക്ക് ചാടി കയറി ചെല്ലുന്ന ആരാണെന്നറിയാം? ആദ്യമായിട്ട് ചെന്ന് തുമ്പവൺ ഭദ്രാസന മെത്രാപ്പോലിത്തയായിരുന്ന പുത്തൻകാവിലെ കൊച്ചു തിരുമേനി അവിടെ ചെന്നു. ആദ്യത്തെ തെശുവിശുദ്ധ നടത്താനായിട്ട് അപ്പോഴത്തെ ജമാച്ചന്മാർ ധൂക്കുറ്റി കത്തിച്ചുകൊണ്ട് വന്നു. അവിടെ ധൂപമർപ്പിച്ച് പ്രാർത്ഥന നടത്തി ഏലിയാസ് പാത്രീകീസ് ബാവയുടെ കബറടക്ക ശുശ്രൂഷയിൽ ഭംഗിയായിട്ട് പങ്കെടുക്കുവാനായിട്ട്, ആദ്യത്തെ ശുശ്രൂഷ നടത്തുവാനായിട്ട് പുത്തൻകാവിലെ പീലക്സിനോസ് തിരുമേനിക്ക് സാധിച്ചു. കക്ഷി വഴക്കുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ മനുഷ്യൻ്റെ സ്നേഹവും മനുഷ്യൻ്റെ മാന്യതയും നഷ്ടപ്പെടാതെ സൂക്ഷിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതേപോലെ തന്നെയാണ് പിന്നീട് 1940 എബ്രഹാം മാർത്തോമ മെത്രാപ്പൊലിത്ത 47 എബ്രഹാം മാർത്തോമ മെത്രാപ്പൊലിത്ത കാലം ചെയ്തു പുലാത്തിൻ അരമനയിൽ. അന്ന് കാലം ചെയ്യുമ്പോൾ മാർത്തോമാ സഭയിൽ വേറെ 2 മെത്രാച്ചന്മാരും കൂടെ ഉള്ളൂ. ആ മെത്രാച്ചന്മാർ കാലം ചെയ്യുന്ന അവസരം 2 പേരും ഇവിടെ ഇല്ല. അപ്പം മെത്രാപ്പൊലിത്ത കാലം ചെയ്തു എന്ന് അറിഞ്ഞപ്പോഴത്തേക്കിന് ഓടി അവിടെ ചെല്ലുന്ന ആരാ? നമ്മുടെ പുത്തൻകാവിലെ കൊച്ചു തിരുമേനി അവിടെ ചെന്ന് ശുശ്രൂഷ നടത്തി. അപ്പോഴത്തെ ചില ആളുകളൊക്കെ പറഞ്ഞു, മർത്തോമക്കാരുടെ ശുശ്രൂഷയ്ക്ക് ഓർത്തഡോക്സ് മെത്രാച്ചൻ വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ലേ, അതല്ലേ ഇതെന്ന് 2 ഭാഗത്തുള്ള ആളുകൾ ചർച്ച ചെയ്തു. പക്ഷെ തിരുമേനി അതൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല. അവിടെ ഒരു പ്രശ്നവും ഉണ്ടായില്ല. അവിടെ ചെല്ലാനായിട്ടും ആ ശുശ്രൂഷകൾ നടത്താനായിട്ടും തിരുമേനിക്ക് സാധിച്ചു. ഇതാണ് പിതാക്കന്മാർ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള മാതൃക. ഞാൻ കഴിഞ്ഞ ദിവസം ഈ തെക്കേമുത്തരിലച്ഛൻ എഴുതിയ TC ജോണച്ചൻ എഴുതിയ ഒരു ലേഖനം ഒന്ന് നോക്കി മലങ്കര സഭാദീപത്തിൻ്റെ താളുകൾ മറിച്ച് പോയപ്പോൾ അദ്ദേഹം തിരുവിതാംകൂട് പള്ളിയെക്കുറിച്ച് എഴുതിയ ലേഖനം കണ്ടു. അത് 1999 ജനുവരി ആദ്യത്തെ ലക്കത്തിൽ ആ ലേഖനം എഴുതിയത്. ആ ലേഖനം എഴുതി അത് ഞാൻ വായിച്ചു കഴിഞ്ഞ് ചെയ്തിങ്ങനെ മടക്കിയപ്പോൾ അതിൻ്റെ ഫ്രണ്ട് പേജിൽ വേറൊരു ന്യൂസ്. ആ ന്യൂസ് എന്താണെന്നറിയാവോ? അന്ന് എറണാകുളം PVS ആശുപത്രിയിൽ രോഗിയായി കിടക്കുന്നതായ പെരുമ്പള്ളി തിരുമേനിയെ, ഗ്രിഗോറിയോസ് തിരുമേനിയെ പരിശുദ്ധ കാതോലിക്ക ബാവായും ഗീവർഗീസ് മാർ ഒസ്താത്യോസ് തിരുമേനിയും കൂടെ സന്ദർശിച്ചു, പ്രാർത്ഥന നടത്തി. ആ അവസരത്തിൽ അങ്കമാലി ഭദ്രാസനത്തിൻ്റെ ദീവന്നാസ്യോസ് മെത്രാപ്പൊലീത്തായും അവിടെ ഉണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, എന്ത് ശാന്തമായിട്ട് അവിടെ കാര്യങ്ങൾ നടന്നു. ആരും ഒന്നും പറഞ്ഞില്ല. മനോരമ പത്രത്തിൽ വന്നതായ വാർത്തയാണ്. പെരുമ്പള്ളി ഗ്രിഗോറിയോസ് തിരുമേനി അദ്ദേഹത്തെ പള്ളി പ്രവേശിക്കാൻ പാടില്ലെന്നും പറഞ്ഞൊക്കെ കേസും വഴക്കും കോടതി ഉത്തരവുകളും ഒക്കെ ഉള്ളതാണ്. ആ തിരുമേനി അസുഖമായിട്ട് കിടന്നപ്പോൾ പരിശുദ്ധ മാത്യൂസ് ദ്വിതീയൻ കാതോലിക്ക ബാവ തിരുമേനിയും അഭിമന്യ ഒസ്താത്യോസ് തിരുമേനിയും കൂടെ അവിടെ ചെന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. വാത്സല്യമുള്ളവരെ, ഇന്ന് നമുക്ക് ചിന്തിക്കാൻ വയ്യാത്ത ഒരു കാര്യമാണ്. നമ്മളുടെ ഇടയിൽ മറുഭാഗത്തെ പുരോഹിതന്മാരോ മെത്രാച്ചന്മാരോ ആരെങ്കിലും വന്നാൽ നമ്മുടെ ആളുകൾ ബഹളം ഉണ്ടാക്കും, അവരുടെ ആളുകളും ബഹളം ഉണ്ടാക്കും. അങ്ങനെ വരുന്ന ഒരു അവസ്ഥയല്ല ഉള്ളത്. എന്തെങ്കിലും രീതിയിലുള്ള പരസ്പരമായിട്ടുള്ള ഒരു കണ്ടുമുട്ടൽ നടത്തി കഴിഞ്ഞാൽ പിറ്റേ ദിവസം അതിനെക്കുറിച്ച് മാർത്തോമായുടെ ചുണക്കുട്ടികളും പത്രോസിൻ്റെ പടക്കുതിരയും ഒക്കെ വലിയ യുദ്ധസന്നാഹങ്ങളായിട്ട് അങ്ങ് ഇറങ്ങുക. ആ ഒരു ഗ്രൂപ്പ് നമ്മളെ നിയന്ത്രിക്കുന്ന ആ ആത്മാവല്ല നമുക്കുണ്ടാവേണ്ടത്.
സ്നേഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ. ക്രിസ്മസിനെ കുറിച്ച് എല്ലാവരും പ്രസംഗിക്കുക. എല്ലാ മതവിഭാഗത്തിലും പെട്ട, എല്ലാ സമുദായത്തിലും പെട്ട വൈദികരും മെത്രാച്ചമാരും എല്ലാം പ്രസംഗിക്കുകയും പറയുകയും ലേഖനങ്ങൾ എഴുതുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആ ക്രിസ്തുവിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. അത് നിലനിർത്തുവാനായിട്ടും സാധിക്കണം. ആ സ്നേഹത്തിൽ വളർന്ന്, സ്നേഹത്തിൽ ജീവിച്ച്, സ്നേഹത്തിൽ സഭയുടെ ഐക്യത്തിലേക്കും സമാധാനത്തിലേക്കും കൊണ്ടുവരുവാൻ സാധിച്ച പിതാവാണ് പ്രിയപ്പെട്ട ജോണച്ചൻ. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളായിട്ട്, സ്നേഹിതന്മാരായിട്ട്, പ്രിയപ്പെട്ടവരായി, ശിഷ്യന്മാരായി ഒന്നുകൂടിയിരിക്കുന്ന എല്ലാവരും അദ്ദേഹത്തെ അനുസ്മരിക്കുന്നതായി ഈ സന്ദർഭത്തിൽ എൻ്റെയും സ്നേഹാശ്രുക്കൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ഇതിന് പ്രത്യേകമായ അവസരം തന്ന ബഹുമാനപ്പെട്ട വികാരിയച്ഛനോടും അതോടൊപ്പം തന്നെ പുത്രനോട് ജോൺ സാറിനോടും പ്രത്യേകമായി നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.